ഭീമൻ്റെ കഥാപാത്രത്തിന് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അത് ഇന്ദ്രൻസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ദ്രൻസ് കളിയാക്കി നേരത്തെയുള്ള പ്രൊമോഷനിൽ പറഞ്ഞു, മമ്മൂക്കയും മോഹൻലാലിനും ഒരു വെല്ലുവിളിയാണ് ഞാൻ ഇതിലെ ഭീമൻ്റെ പെർഫോമൻസിലൂടെ. അവർക്ക് ഒരു വെല്ലുവിളിയാണ്, യാതൊരു സംശയമില്ല. അവർ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണം. ഇതിൻ്റെ മുകളിൽ അവരുടെ പെർഫോമൻസ് പോകണമെന്നാണ് ഇന്ദ്രൻസ് പറഞ്ഞിരിക്കുന്നത്. ഇന്ദ്രൻസേട്ടനൊക്കെ കുറെ കാലത്തിന് ശേഷം ഹ്യൂമർ ചെയ്തൊരു പടം കൂടി ചെയ്തു. ബാക്കി എല്ലാത്തിലും ഇപ്പം ഭയങ്കര ക്യാരക്ടർ റോളുകളും. അല്ല, ഇതിനകത്ത് ഹ്യൂമർ ഉണ്ടാവും. പെർഫോമൻസ് ഹ്യൂമർ എന്നതിനപ്പുറം ഇതിനകത്ത് റിസൾട്ടാണ് കൂടുതൽ ഹ്യൂമർ. ഞങ്ങൾ ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ഞാനോ ഇന്ദ്രൻസോ പ്രശാന്തോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കഥാപാത്രത്തിനനുസരിച്ചുള്ള ചെയ്വനയാണ്. ആ ചെയ്വന ഹ്യൂമർ ജനറേറ്റ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അതെ. അല്ലാതെ ഹ്യൂമർ എന്ന് പറയുമ്പോൾ ഹ്യൂമറിൻ്റെതായിട്ടുള്ള ഒരു പെർഫോമൻസ് ഇല്ല. നമ്മൾ ഏത് റോളും ആ പെർഫോമൻസ് സീരിയസ് തന്നെയാണ്. അതിന്റെ റിസൾട്ട് മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അതെനിക്ക് തോന്നുന്നു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമ, എസ്പെഷ്യലി നമുക്ക് മനസ്സിലുമായ അപ്പുകുട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ, അത് ആ ഒരു ക്യാരക്ടറേ ഹ്യൂമറാണ്. നമുക്ക് ആളെ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ നമ്മൾ ആ ഒരു ഇത് വരും. പക്ഷെ ഇത് അങ്ങനെ ആയിരിക്കില്ല അല്ലെ, സിറ്റുവേഷണൽ ഹ്യൂമർ. അല്ല, ഈ അപ്പുക്കുട്ടൻ്റെത് പോലും അപ്പുക്കുട്ടൻ പറയുന്ന മണ്ടത്തരം ആത്മാർത്ഥതയോടെയാണ്. അപ്പുക്കുട്ടനെ പറയുമ്പോൾ മണ്ടത്തരാണെന്ന് അറിയാമെങ്കിൽ പിന്നെ അത് മണ്ടത്തരാവില്ല. അപ്പുക്കുട്ടൻ വിചാരിക്കുന്നത് ഇതെല്ലാം കറക്റ്റ് ആണെന്ന്. അതാണ് അപ്പുക്കുട്ടന്റെ സീരിയസ്നെസ് എന്ന് പറയുന്നത്. ഇത്തരം സിമ്പിൾ ഡ്രസ് ഇരിക്കുന്ന പുരുഷന്മാര് സ്ത്രീകൾക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സംഭവം. നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതല്ല ഇതാണെന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അവർ ഞാൻ തക്ക സമയത്ത് വന്നില്ലായിരുന്നു, ഈ കുട്ടിയുടെ ചാരിതാർത്ഥ്യം നഷ്ടപ്പെട്ടേ. ചാരിതാർത്ഥ്യമല്ല, ചാരിത്രം. അതെ, എന്തായാലും എന്താ നഷ്ടപ്പെട്ടിട്ട് പിന്നെ പറഞ്ഞതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്തൊക്കെ പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ അത് സീരിയസ് ആക്ടിങ് ആണ്. അതിന്റെ റിസൾട്ടാണ് കോമഡി ആയിട്ട് വരുന്നത്. അപ്പുക്കുട്ടൻ്റെ മണ്ടത്തരം എന്ന് പറയുന്നതാണ് കോമഡി. മായൻകുട്ടിയുടെ അബദ്ധം എന്ന് പറയുന്നതാണ് കോമഡി. മായൻകുട്ടി ഇവിടെ ഒളിച്ചു നിന്നിട്ട് അവർ കാണാതെ തിരിച്ചു പോകാൻ നേരത്ത് ഒരു കാര്യമില്ല, അത് ഓടുമ്പോഴാണ് അവരൊന്ന് വീണ്ടും പിടിക്കുന്നത്. അത്ര സീരിയസ് ആയിട്ട് ചെയ്യണം. അവിടെ അതൊന്ന് വിളിക്കാൻ നേരത്ത് മായൻകുട്ടിയുടെ മുഖത്ത് സങ്കടമാണ്, ടെൻഷനാണ്. അവിടെ കോമഡി അല്ല. ഏതെങ്കിലും ഒരു എക്സ്പ്രഷനിൽ മായൻകുട്ടിയുടെ കോമഡി എക്സ്പ്രഷൻ എന്ന് പറയാൻ പറ്റില്ല. അവിടെ പോയി കഴിഞ്ഞിരുന്നത് സീരിയസ് ആയിട്ട് ഇന്നസെന്റ് ആയിട്ട് ചോദിക്കുന്നത്, നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല, നീയൊക്കെ എന്തിനാ പഠിക്കണേന്ന് എന്ന് ചോദിക്കുമ്പോൾ ഫൈനൽ ഇയർ LLB കോമഡി ആയിട്ടല്ല പറയുന്നത്. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. കാരണം ഈ ചേട്ടന്മാരെ പേടിയോടുകൂടിയാണ് അവിടെ അഭിനയിച്ചിരിക്കുന്നത്. ഹ്യൂമർ എന്ന് പറയുന്നത് റിസൾട്ടാണ് എപ്പോഴും. ആ അഭിനയത്തിലെ ആത്മാർത്ഥത ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അവിടെ കോമഡി ആക്കുക എന്ന് പറഞ്ഞിരുന്നാൽ, മോശമാക്കുന്ന സിറ്റുവേഷൻ, നീ എന്തിനാ പഠിക്കുന്നത്? ഫൈനൽ ഇയർ LLBക്ക് എന്ന് പറഞ്ഞിരുന്നാൽ അവിടെ ഒരു കോമഡി ആക്കാനുള്ള ശ്രമം അത് പാടില്ല. അവിടത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഹെൽപ്ലെസ്നെസ് ആണ് മായൻകുട്ടിയുടെ സംഭവം. ഈ ചേട്ടന്മാരെല്ലാം പേടിയുണ്ട്. അപ്പോൾ ആ മുഖത്ത് തന്നെ ഫൈനൽ ഇയർ LLBക്ക് എന്ന് പറയുന്ന ആ എക്സ്പ്രഷൻ നമ്മൾ കോമഡി എക്സ്പ്രഷൻ കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ അത് അത്തരത്തിലുള്ള ഏത് ഹ്യൂമറാണെങ്കിലും ഇതിനും അതേപോലെ തന്നെ എൻ്റെ സഹദേവൻ എന്ന് പറയുന്ന കഥാപാത്രം ഞാനും നകുലനും ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ പലപ്പോഴും പല സീനിൽ ഹ്യൂമറായിട്ട് ഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂമറസ് ക്യാരക്ടറായിട്ട് അത് മാറും. നമ്മുടെ റിസൾട്ട് ഹ്യൂമർ ആകുമ്പോൾ അത് ഹ്യൂമറസ് ക്യാരക്ടറായിട്ട് മാറും. ഹ്യൂമറസ് പെർഫോമൻസ് എന്നൊന്നും ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് ജഗദീശേട്ടൻ സംസാരിക്കുമ്പോഴുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതായത് എല്ലാവരെയും കാണിക്കും. നമുക്ക് ജഗദീശേട്ടനായിട്ടല്ല സംസാരിക്കുന്നത്, അവർ പറഞ്ഞു അങ്ങനത്തെ സെറ്റിൽ എങ്ങനെ തന്നെയാണ് ഫുൾ ഒരു കഥ പറയുമ്പോൾ അത് നമുക്ക് ആ ഒരു നമ്മളാ സിറ്റുവേഷൻ. നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ആക്ച്വലി. ഓരോരുത്തരും പറയുന്ന രീതിയിൽ ജയശേഖരന് പറയാൻ പറ്റും. പക്ഷെ ജയശേഖരൻ അത് തിരിച്ചറിയുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, അത് ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഓരോ കാര്യങ്ങൾ ഓരോരുത്തരും പറയുമ്പം അവരെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അവരെ നമ്മളെ മനസ്സിൽ പതിച്ചിട്ട് ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ ഓരോരുത്തരും ഇപ്പം നമ്മൾ മിമിക്രി ആയിട്ട് ഞാൻ അവതരിപ്പിക്കാറില്ല എങ്കിൽ പോലും ഓരോരുത്തരും ഇപ്പം മുകേഷിൻ്റെ അടുത്ത് സംസാരിക്കുന്ന രീതിയിലാണെങ്കിൽ എന്താടി എവിടെയായിരുന്നിടി എന്ന് ചോദിക്കുന്ന വരും ഉടൻ തന്നെ. ജയ്ഷേ സിദ്ദിഖ് ചോദിക്കുകയാണെ, ജയ്ഷേ ഇന്നലെ അവിടെ പോയിരുന്നാ എന്ന് ചോദിക്കുന്നത് സിദ്ദിഖിന്റെ സംസാരം. അശോകൻ എന്ന് ചോദിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു പറയുന്നത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരല്ല യൂഷ്വലി. അപ്പൊ അതുകൊണ്ട് ഞാൻ മിമിക്രി കാണിക്കുന്നു എന്ന് അർത്ഥമാക്കണ്ട. അവരുടെയൊക്കെ പരിചയം കൊണ്ടും അടുപ്പം കൊണ്ടും അവരൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ അവരെ അനുകരിച്ച് ചിലപ്പോ സംസാരം വരുമ്പോ അതിനനുസരിച്ച്. എന്നെ ഇല്ല, എന്നെ ഇത് വേറെ എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ട്. അല്ല, അതിനൊരു ക്യാരക്ടറിസ്റ്റിക് വേണോ? അതെനിക്ക് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ ഒരു നമുക്ക് കറക്റ്റ് അതിന് ആ ഒരു പീക്കെത്താനൊരു മനസ്സും നമുക്ക് വേണം. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഞാൻ ഇന്ദ്രൻസിനെ വിളിച്ചു വെച്ചു. ഇന്ദ്രൻസ് കഥ കേട്ടിട്ട് എങ്ങനെയുണ്ട്?
ഗംഭീരമാണ് സാർ, അടുത്ത കാലത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു വേഷമാണ് സാർ, നന്നായിട്ടുണ്ട് സാർ. എനിക്ക് ഇന്ദ്രൻ ചേട്ടൻ ആക്ച്വലി ഇവിടെ ഇന്റർവ്യൂവിന് ആക്ച്വലി വരേണ്ടതായിരുന്നു. ഭയങ്കര ആഗ്രഹം, കാരണം ആള് ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. എപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഭയങ്കര പ്ലസന്റ് ആയിട്ട് നിൽക്കുന്ന പോലെ. ഈ കഥ നിങ്ങൾ കേട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ആളുടെ ഫസ്റ്റ് റിയാക്ഷൻ ഇപ്പൊ ഈ പറഞ്ഞ സംഭവം തന്നെയായിരുന്നു? അതെ 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 അതെ. ഇന്ദ്രൻസ് പറഞ്ഞു, ഇന്ദ്രൻസ് ചെയ്തതിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ട് ഇന്ദ്രൻസ് പറഞ്ഞു വൃത്തിയുണ്ട് സാർ, അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. നന്നായിരിക്കുന്നൊന്നല്ല, നല്ല വൃത്തിയുള്ള കൊച്ചു സിനിമ സാർ എന്ന് പറഞ്ഞു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.